ഹലോ, അപ്പൊ എല്ലാവർക്കും സുഖല്ലേ? അപ്പൊ എന്താ വിശേഷം? അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. വിളിച്ചിട്ട് സ്കൂളിൽ പോയില്ല കേട്ടോ. ഇന്നലെ മിഞ്ഞാന്ന് വിളിച്ചിട്ടൊന്ന് ഛർദിച്ചു. അപ്പൊ അതിനുശേഷം ഭയങ്കര വയറുവേദനയാണ്. അപ്പൊ മിഞ്ഞാന്ന് രാത്രി ഞാൻ മുക്കട്ട ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയി. കുറഞ്ഞിട്ടില്ല. ഒരു ഗ്യാസ്ട്രോ ഡോക്ടറെ കാണിക്കണം, അല്ലെങ്കിൽ നാസർ സാറെ തന്നെ കാണിക്കണം. അപ്പോൾ ചേച്ചിയും ഷൂട്ടി ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം ഇന്നലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞങ്ങൾ പാടത്ത് കൂടെയൊക്കെ പോയി ഡാൻസൊക്കെ കളിച്ചു. അപ്പോൾ ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. എനിക്കൊരു 16 സബ്സ്ക്രൈബേഴ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ മോൾക്ക് ഓൾറെഡി ഐലിയ ബി നായർ ഒരു ചാനലുണ്ട്, അത് 1000 സബ് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ വെറുതെ ഇങ്ങനെ എൻ്റെ കുഞ്ഞുകാരൻ മോളെ ചാനൽ നമ്മൾ ഈ കൊണ്ടുപോയി എല്ലാം കൊണ്ടുപോയി കയറ്റണ്ടല്ലോ വെച്ചിട്ടാണ് ഞാനിത് തുടങ്ങിയത്. അപ്പോൾ 16 തുടങ്ങി. ഇപ്പം ഏകദേശം 121 പേര് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ജൂലൈ 15 മുതൽ എന്തൊക്കെയോ യൂട്യൂബിന് എന്തൊക്കെയോ മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. എന്താണെന്നും അറിയില്ല, പുതിയ തുടക്കമല്ലേ. മോളത് ഇടുമെങ്കിൽ നമുക്ക് അങ്ങനെ യൂട്യൂബിനെ പറ്റി വലിയ കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പം നിങ്ങൾ എന്നെ ഒരുപാട് പേര് എനിക്ക് കമൻ്റ് ഇടാത്തവർ വാട്സപ്പിൽ എനിക്ക് പോരായ്മകൾ പറഞ്ഞു തരും. അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനി ഇങ്ങനെ പോകണമെന്നാണ് വിചാരിക്കുന്നത്. കുറേ തിരക്കുണ്ട്. ആ തിരക്കിനിടയിൽ ഞാൻ തട്ടിക്കൂട്ടി എഡിറ്റ് ചെയ്തിടുന്നതാണ്. അതിൻ്റെതായ പോരായ്മകൾ ഉണ്ടാവും. കാരണം രാവിലെ ഞാനൊരു 4:30 എണീറ്റ് കഴിഞ്ഞാൽ 5 മണിക്ക് പത്രം ഇടാൻ പോകും. കുറച്ച് ഏരിയ ഞാൻ ഇടുന്നുള്ളൂ, ബാക്കി നമ്മുടെ കുട്ടി പോവും. ഇവിടെ മുതിരുള്ളൊരു കുട്ടിയാണ്. അപ്പം അത് ഇട്ട് കഴിഞ്ഞ് വന്നാൽ ഇപ്പം 2 ദിവസമായിട്ട് 5:45 ജിമ്മിൽ പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് 7 മണിക്ക് വരും. മോക്കാണെങ്കിൽ 7:45 പോകണം. അപ്പം പിന്നെ അവളെ കൊണ്ടാക്കി വന്നിട്ട് ബിച്ചൂട്ടനെയും കൊണ്ടാക്കണം. പിന്നെ വീട്ടിലത്തെ പണികൾ അങ്ങനെ തിരക്ക്. അപ്പം രാത്രിയൊക്കെ അവൻ ചിലപ്പോൾ എപ്പോഴെങ്കിലൊക്കെ എഡിറ്റ് ചെയ്ത് ഞാൻ ഇടുന്നതാ. അപ്പം അതിൻ്റെതായ പോരായ്മകൾ ഉണ്ടാവും. എന്നിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പം ഇനിയും ഇതുപോലത്തെ വീഡിയോകളൊക്കെ ആയിട്ട് ഞങ്ങൾ വരുന്നതാണ്. അല്ലേ വെച്ചിട്ടാ? അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിക്കുക, ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് ദിവ്യേച്ചി ഉണ്ടാക്കിയ അടപ്രഥമനൊന്ന് കാണാം. ഓക്കെ. അപ്പം നമ്മളിവിടെ ഒരു പാനിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുണ്ട്, കാരമൽ ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ലൊരു കളറ് പായസത്തിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഞാൻ പായസം ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യാറില്ല. പക്ഷെ ദിവ്യേച്ചിക്ക് എപ്പോഴും പായസമൊക്കെ കാണുമ്പോൾ നല്ല കളറിൽ അതിങ്ങനെ ഉണ്ടാക്കി കുറേ കുടിക്കുമ്പോൾ തടി കൂടുന്നു പറഞ്ഞിട്ട് കുടിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് അധികം അങ്ങനെ ഒറ്റയ്ക്കാണ്. കാരണം കുട്ടികളൊന്നും അങ്ങനെ രണ്ടാളും, ഒരാൾ ദേവൂട്ടി തൃശ്ശൂരും ശിവ പാലക്കാടൊക്കെ ആകുമ്പോഴും ഒറ്റയ്ക്ക് ഉണ്ടാക്കാൻ മടിച്ചിട്ടാണ്. അപ്പം ഇവിടെ വന്നപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു പായസം ഉണ്ടാക്കും. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ചെറുപയർ പരിപ്പായിരുന്നു. അപ്പോൾ അവിടെ കുറച്ച് അടിയിരിക്കുന്നുണ്ട്. അപ്പം എന്നാൽ പാല് മേടിച്ചുകൊണ്ട് വരിക, നമുക്ക് എന്നിട്ട് ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ ജാംജുമ്മ പോയപ്പോൾ പാലും വാങ്ങിപ്പോന്നു. അപ്പോൾ കുറച്ച് അട അവിടെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഏതായാലും ഇനി ഓണത്തിനൊക്കെ ഈ പായസമൊക്കെ ഉണ്ടാക്കുള്ളൂ. അപ്പം നമ്മൾ കാരമലൈസ് ചെയ്ത പഞ്ചസാരയ്ക്ക് പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് വെള്ളം ഒഴിക്കാം. അട അവിടെ കുതിർത്ത് 2-3-4 പ്രാവശ്യം നല്ല വെള്ളത്തിൽ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം വാർന്നൊന്ന് ഊറ്റി വയ്ക്കണം. അപ്പോൾ വെള്ളം വാരാൻ വേണ്ടി ഊറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് പാല് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അടിയിലൊന്ന് പഞ്ചസാര കട്ട പിടിച്ചിരിക്കുന്നത് അതൊന്ന് ഉരുക്കി വരുന്നവരെങ്കിൽ നമുക്ക് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതൊക്കെ അടയൊന്ന് ഇട്ട് കൊടുക്കാം. അടപ്രഥമൻ എപ്പോഴും നമ്മൾ നല്ല തീയുള്ള അടുപ്പത്ത് ഇങ്ങനെ നമ്മുടെ ഉരുളി വെച്ച് അതിൽ നന്നായിട്ട് പാലിങ്ങനെ കുറുക്കിയെടുക്കണം. അപ്പോഴാണ് നല്ല ടേസ്റ്റ് വരിക കേട്ടോ. ഇതിപ്പോൾ കുറച്ചല്ലേ ഉള്ളൂ. നമ്മൾ വിറകുണ്ട് അവിടെ ഇഷ്ടം പോലെ, പക്ഷെ അടുപ്പൊന്നും കത്തിച്ചില്ല. ഞങ്ങളിത് ഇങ്ങനെ തന്നെ വെച്ചു. പിന്നെ നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതായത് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ചേച്ചിക്ക് മധുരം ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അത്യാവശ്യം നല്ല മധുരം ഇട്ടിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമുക്ക്. ഇന്ന് കുറേ നേരം ഇതൊന്നും ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇങ്ങനെ ഇളക്കി കുറുകി വരണം കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കാം. എപ്പോഴും ഇവിടെ എന്തെങ്കിലും പിറന്നാൾ അല്ലെങ്കിൽ വിശേഷ ഓണമൊക്കെ ഉണ്ടെങ്കിൽ പായസം എപ്പോഴും അധികം വീട്ടിൽ ദിവ്യേച്ചി ഉണ്ടാക്കുക കേട്ടോ. ആദ്യമൊക്കെ തിരുവാലിയൊക്കെ അച്ഛനൊക്കെ ഉള്ള സമയത്ത് അച്ഛൻ തന്നെയായിരുന്നു. പക്ഷേ പായസം വയ്ക്കാൻ അത് ദിവ്യേച്ചി അവർ രണ്ട് നല്ല അടിപൊളിയായിട്ട് വയ്ക്കും കേട്ടോ.
ഞാനും വെക്കും. പക്ഷേ ഇവരുടെ ഈ കുറുകി എടുക്കണം. ഞാൻ ഇത്രയ്ക്ക് ഇങ്ങനെ ക്ഷമയില്ല ഇങ്ങനെ ഇളക്കി നിൽക്കാനെന്നാണ്. നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. നമ്മൾ നല്ല തീയിലാണെങ്കിൽ ഇങ്ങനെ കാരമൈസ് ചെയ്ത് ഒഴിക്കൊന്നും വേണ്ട. അല്ലാതെ നമുക്ക് ഈ ഒരു കളർ പാല് ആ തീയിൽ കിടന്ന് വറ്റി വറ്റി ഇങ്ങനെയാവും. ഇനി ശകലം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. വെണ്ണ ഉണ്ടെങ്കിൽ വെണ്ണ ഇടാം. ഇവിടെ നെയ്യാണുള്ളത്. മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം. മിൽക്ക് മെയ്ഡൊന്നും ഇല്ല, വാങ്ങില്ലേന്ന് ചോദിച്ചു. ഞാൻ പിന്നെ മധുരം മാക്സിമം കുറയ്ക്കാൻ നിൽക്കുമ്പോൾ ജിമ്മിലൊക്കെ പോകുന്നതല്ലേ, കണ്ടത് അങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ പിന്നെ മിൽക്ക് മെയ്ഡൊന്നും വാങ്ങിയില്ല. ഇത് തന്നെ അത്യാവശ്യം നല്ല മധുരവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പായസം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ഇടണം കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ അവിയലിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ എന്നെ അറിയുന്ന ചേച്ചീനെ പറഞ്ഞിരുന്നു. അത് മോളെടുത്ത് ഞാൻ മിക്സിയിൽ ചതയ്ക്കാൻ കൊടുത്ത് അവളത് മിക്സി നന്നായിട്ട് അങ്ങോട്ട് അരച്ചു. അപ്പോൾ നന്നായിട്ട് അരഞ്ഞു പോയി. അവിയലിനങ്ങനെ അരയാൻ പാടില്ല. അപ്പം അങ്ങനെ നിങ്ങൾ തരുന്ന എല്ലാം എനിക്കത് വിലപ്പെട്ട മെസ്സേജാണ്. അപ്പോൾ എന്തെങ്കിലും ഞങ്ങൾ ഉണ്ടാക്കുന്നതിൽ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരണം. പിറ്റത്തെ പ്രാവശ്യം ശരിയാക്കാം. അപ്പോൾ നന്നായിട്ട് നല്ല കളറും നല്ല കാണാനും രസമുണ്ട്, അതുപോലെ തന്നെ കുടിക്കാനും രസമുണ്ടോ നമുക്ക് നോക്കട്ടെ. നല്ല 2 ഗ്ലാസ്സിൽ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. എന്താ പറയുക, തരുണിമണികൾ ഒരുങ്ങി പോകുന്നു. എങ്ങനെയുണ്ട് ഗൈസ് ഷൂട്ടിങ്? ഒരാൾക്ക് പായസം കുടിക്കാൻ പുതിയായിട്ട് പായസം ഉണ്ടാക്കി 1 ഗ്ലാസ് കുടിച്ചു. ഇനി പോവാണ്. ബാക്കി ചിച്ചൂരോട് കുടിച്ചോളാം. അല്ലെങ്കിൽ ഓരോന്ന് പറയണേ. അതെ കാണാനില്ല. അതിൽ അഭിനയം എന്തുവാ പണി? ഞാൻ കാണൂല. ഒരാളിന്ന് രാവിലെ 8:10 സമയം ഉണ്ടെങ്കിൽ പോകും പറഞ്ഞത്. പോയില്ല ഗൈസ്, വിട്ടില്ല ഗൈസ്. അല്ല, അത് അപ്പഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗൈസ്, അപ്പഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോവില്ലാണ്ട്. അപ്പോഴും പറഞ്ഞിട്ടുണ്ടായത് പോവൻ. ഓടിയെന്നോ? ഓടിയോ? ഒരു വെള്ളപ്പൊക്കം പോത്ത്. ബൈ ഗായ്സ്. 2 ദിവസത്തിന് വന്ന 2000 ദിവസത്തേക്ക് പോകുന്ന മാരിയുണ്ട്. കൊണ്ടുവന്നതാണ് ഗൈസ്. ഞാൻ വരുമ്പോ കൊണ്ടുവന്നാണ്. നെഗറ്റീവ് അടിപ്പിക്കാൻ മനുഷ്യൻ. ഇനി ഞാൻ കാര്യം നന്നായിട്ട് വെള്ളം കുടിക്കണം, യോഗ കഴിക്കണം. പോയില്ലെങ്കിൽ അതാണ് എക്സ്പ്രഷൻ. അയ്യോ ഞാൻ വരില്ല. ഞാൻ ഇവര് സ്കൂളിൽ പോകുമ്പോഴേ വരുള്ളൂ. എന്നിട്ട് ബിച്ചുടനാണെങ്കിൽ അവിടുന്ന് നല്ല കൗത്തിരി തന്നപ്പോ ഇവിടുന്ന് ഇതിക്കല്ലേ ഓട്ടോറിക്ഷക്കല്ലേ അതൊന്ന് ആയിട്ടില്ല. വീഡിയോഗ്രാഫർ നന്നായി വരും. നല്ല ഉമ്മര വലിയ ആളെ നിൽക്കണേ. മനുഷ്യനെ മലക്കല്ല. അടുത്തിട്ട് ജീവിച്ചിട്ടുണ്ടോ ചെരുപ്പടെ കൊണ്ടുകൊടുക്കും. രണ്ടാളി ബാഗ് പിന്നെ പിരിവിനുണ്ട്. ഇതല്ല ഒരു മോർണിംഗ് ആ അങ്കിളുടെ ഒരു ഗ്ലാസ് പായസം കൊണ്ടു കൊടുത്താ. 1 മിനിറ്റ് പാലിട്ടാ കൊണ്ടുകൊടുക്കും ആ കപ്പിൽ. അപ്പൊ എങ്ങനെ കുടിക്കുക? വായ കൊണ്ട് കുടിക്കുക ഞങ്ങള്. കുടിക്കാതെ അവരവിടെ നിൽക്കുന്നുണ്ട്. എങ്ങനെ കുടിക്കുക? വായ കൊണ്ട് കുടിക്കൂ. നാളെ സ്കൂളിൽ വിടണം. ഇവിടെ നിന്നിട്ട് എന്താ മൊബൈലിൽ ഉണ്ടാകും കേട്ടോ. നാളെ സ്കൂളിൽ വിടും.
ഞാൻ വീണ്ടും ചോദിക്കും വരുന്നുണ്ടോ ഇല്ല ചോദിച്ചോ ഏ ഒരു തേങ്ങ എടുത്തിട്ടേ അമ്മയ്ക്ക് അടവ് എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കും ഞാൻ പാലോട് ഒരു ലിറ്റർ പാലോട് പായസം വെച്ചിട്ട് അപ്പൊ അമ്മയ്ക്ക് ഞാൻ ശർക്കരയ്ക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പൊ അമ്മേനെ ശർക്കരയിൽ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് അതിന് സമയം ഉണ്ടായിരുന്നു അപ്പൊ ടാറ്റാ വെറുതെ ഉണ്ടാക്കിയതാ. ഞാൻ കിടക്കിങ്ങനെ ഓരോ കൊതി വരും അപ്പൊ ഞങ്ങൾ ഉണ്ടാക്കും. ചിച്ചോ ടാറ്റാ അത് പായസം കുടിച്ചോട്ടെ രാജ്യം പറഞ്ഞ പോണേ. അപ്പൊ മറ്റേ ഗേൾസ് നൈറ്റിന് വാട്ടോ വിട്ടാ വരാ വരാൻ പറയാ ഞാൻ ഒറ്റയ്ക്ക് വരാൻ പ്രാപ്തയാണ് അതെ ഒറ്റയ്ക്ക് വരാൻ പ്രാപ്തി എന്നാണ് പറഞ്ഞില്ലേ എന്ത് പറഞ്ഞ എനിക്ക് ഒരാളെ പറഞ്ഞോ ഒറ്റയ്ക്ക് കയറി ഒറ്റയ്ക്ക് വരുമല്ലോ. എനിക്ക് എന്നാലും ഇവിടുന്ന് ഒറ്റയ്ക്ക് വേണമെങ്കിൽ പേടുണ്ടാവും അത്ര ഓളെ കൊണ്ടുണ്ടോ ചിറ്റവായ പേച്ചിയുടെ പിന്നാലെ ഒരാൾ ഇങ്ങനെ ഫോളോ ചെയ്യുന്നെങ്കിലും കുറച്ച് കഴിഞ്ഞാ ആങ്ങളെ കൊണ്ടുവിടും ഞങ്ങളെ ബുള്ളറ്റുമ്പോ കൊണ്ടുപോയിടും. ആങ്ങളെ ബുള്ളറ്റുമ്പോ കൊണ്ടുവിടും ആങ്ങളൊന്നും വേണ്ടാക്കി ഒറ്റയ്ക്കും ബുള്ളറ്റ് പിടിക്കാം ഇതാ 2 ഡ്രസ് എടുത്തേ. അതെ നാളെ ക്ലാസ്സിക്ക് വേണ്ട അതിനൊക്കെ പറ്റൂല വെള്ളം വേണോ? വെള്ളം വേണോ? ചാച്ചാ അത് വാങ്ങണം പൊട്ട. ഇത് ഈ ചെറുക്കൻ. ചാച്ചാ ചാച്ചാ ശരി. എന്നാലേ ഓളെ ഗേൾസ് നൈറ്റിന് പറഞ്ഞേ ഫസ്റ്റ് നൈറ്റ് ഫസ്റ്റ് നൈറ്റ് അതിന് ആരും കേട്ടില്ല ഇജും വരണ നമുക്ക് ഫാമിലി നൈറ്റ് ആണ് ഗേൾസ് നൈറ്റ് വേണ്ട ആയിക്കോട്ടെ. കസിൻ നൈറ്റ് ആക്കാം നമുക്ക്. അച്ഛമ്മയും പോരും ആണ്. ആ ഫോണില് സംസാരിച്ചോണ്ടിരിക്ക. ശരി. ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ.